ഇന്ത്യൻ പ്രീമിയർ ലീഗിന്റെ 18ാം സീസൺ ആവേശകരമായിട്ടാണ് ഇപ്പോൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. പ്ലേ ഓഫിലേക്ക് അടുക്കവേ പോരാട്ടം വളരെയധികം ശക്തമാവുകയാണ്. നിലവിൽ 10 മത്സരങ്ങളിൽ നിന്ന് 14 പോയിന്റോടെ റോയൽ ചാലഞ്ചേഴ്സ് ബാംഗ്ലൂരുവാണ് നിലവിൽ 1ാം സ്ഥാനത്ത് നിൽക്കുന്നത്. ഇതുവരെ കപ്പ് നേടാത്ത RCB ഈ പ്രാവശ്യം തകർപ്പൻ പ്രകടനം നടത്തുന്നത് ആരാധകർക്ക് വളരെയധികം ആവേശമാണ് നൽകുന്നത്. മുംബൈ ഇന്ത്യൻസ് 10 മത്സരങ്ങളിൽ നിന്ന് 12 പോയിന്റോടെ 2ാം സ്ഥാനത്താണ് നിൽക്കുന്നത്. ഗുജറാത്ത് ടൈറ്റൻസ് 9 മത്സരങ്ങളിൽ നിന്ന് 12 പോയിന്റോടെ 3ാം സ്ഥാനത്താണ് നിൽക്കുന്നത്. 10 മത്സരങ്ങളിൽ നിന്ന് 12 പോയിന്റോടെ ഡൽഹി ക്യാപിറ്റൽസ് ആണ് 4ാം സ്ഥാനത്ത്. IPL എന്നത് ഇപ്പോൾ ദേശീയ ടീമിലേക്കുള്ള ഒരു ചുവടുപടി കൂടിയാണെന്ന് പറയാൻ കഴിയും. ഇന്ത്യൻ താരങ്ങളെ മാത്രമല്ല, നേരെ മറിച്ച് വിദേശ താരങ്ങളെ പോലും ടീമിലേക്ക് പരിഗണിക്കുന്നതിൽ IPL പ്രകടനം സ്വാധീനിക്കുന്നുണ്ട് എന്നതിൽ ഒരു സംശയവുമില്ല. അതുകൊണ്ട് തന്നെ IPL തിളങ്ങേണ്ടത് താരങ്ങളെ സംബന്ധിച്ച് വളരെയധികം നിർണായകമായിട്ടുള്ളൊരു കാര്യമാണ്. യുവതാരങ്ങൾക്കാണ് IPL കൂടുതൽ പ്രധാനപ്പെട്ടതെന്നും പറയുവാൻ കഴിയും. കരിയർ മാറ്റിമറിക്കാൻ IPL താരങ്ങൾക്ക് മുന്നിൽ ഒരുപാട് അവസരങ്ങളാണ് നിലനിൽക്കുന്നത്. അതിനാൽ തന്നെ യുവതാരങ്ങളെല്ലാം IPL വലിയ പ്രാധാന്യത്തോടെയാണ് വീക്ഷിക്കുന്നത്. കൂടാതെ എല്ലാ IPL സീസണിന് ശേഷവും മികവ് കാട്ടി ചില യുവതാരങ്ങൾ ഉയർന്നു വരുന്നത് പതിവായിട്ടുള്ളൊരു കാര്യമാണ്. ഈ പ്രാവശ്യത്തെ സീസണിലും ഇത്തരത്തിൽ ഭാവിയിലേക്ക് പ്രതീക്ഷ നൽകുന്ന ചില താരങ്ങൾ നിലനിൽക്കുന്നുണ്ട്. അതിവേഗം റൺസ് ഉയർത്തിയും അത്ഭുത ഷോട്ടിലൂടെയും വിസ്മയിപ്പിക്കുന്ന ഇവരിൽ പലരും ഭാവിയിൽ ദേശീയ ടീമിൽ കാണാൻ സാധ്യതയുള്ളവരാണെന്നും പറയുവാൻ കഴിയും. ഈ പ്രാവശ്യത്തെ എമർജിംഗ് പ്ലെയർ ആരാവുമെന്നതാണ് എല്ലാവരും ഏറ്റവും കൂടുതൽ ഉറ്റുനോക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം. ഇതിനായി മത്സരിക്കുന്നത് നിരവധി താരങ്ങളാണ്. ഈ പ്രാവശ്യം ഏറ്റവും കൂടുതൽ ശ്രദ്ധ നേടുന്ന യുവതാരങ്ങളിൽ ഒരാളാണ് പ്രിയൻഷ് ആര്യ എന്നത്. പഞ്ചാബ് കിങ്സ് കണ്ടെത്തി പ്രിയൻഷ് ഓപ്പൺ റോളിൽ നിന്നും വലിയ രീതിയിലുള്ള പ്രകടനമാണ് പുറത്തെടുത്തത്. ഡൽഹി പ്രീമിയർ ലീഗിൽ ഒരു ഓവറിൽ 6 പന്തും സിക്സറും പറത്തിയ താരം കൂടിയാണ് അദ്ദേഹം. ഈ മികവ് IPL-ലും കാട്ടാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടുണ്ട്. 9 മത്സരങ്ങളിൽ നിന്ന് 323 റൺസാണ് താരം ഇതുവരെ നേടിയെടുത്തത്. 35.83 ശരാശരിയിലും 200 സ്ട്രൈക്ക് റേറ്റിലുമായിരുന്നു താരം മിന്നിക്കുന്നത്. അതുപോലെ തന്നെ ഓരോ സെഞ്ചുറിയും 50യും നേടിയ പ്രിയൻഷ് 32 ഫോറും 22 സിക്സുമാണ് പ്രധാനമായിട്ടും നേടിയത്. വരുന്ന മത്സരങ്ങളും പ്രിയൻഷിൽ നിന്ന് തകർപ്പൻ പ്രകടനമാണ് പഞ്ചാബ് കൂടുതലും പ്രതീക്ഷിക്കുന്നത്. ഓപ്പണറായി ഇറങ്ങി ഭയമില്ലാതെ റൺസ് ഉയർത്താൻ കഴിവുള്ള താരം കൂടിയാണ് അദ്ദേഹം. സ്പിന്നിനെയും പേസിനെയും ഒരുപോലെ നേരിടാൻ കഴിവുള്ള താരത്തിന് വലിയ ഭാവിയുണ്ടെന്നാണ് എല്ലാവരും പൊതുവെ പറയുന്നത്. നിലവിൽ എമർജിംഗ് പ്ലെയർ ആകാൻ കൂടുതൽ സാധ്യതയുള്ള താരം പ്രിയൻഷ് ആര്യയാണെന്നാണ് കണക്കുകളെല്ലാം വ്യക്തമാക്കുന്നത്. ഈ പ്രാവശ്യം ഡൽഹി ക്യാപിറ്റൽസിനൊപ്പം തകർപ്പൻ പ്രകടനമാണ് അഭിഷേക് നടത്തുന്നത്. ഓപ്പണറായും 3ാം നമ്പറിലുമെല്ലാം തകർക്കുന്ന താരം ക്ലാസിക് ശൈലിയിലാണ് റൺസ് ഉയർത്തുന്നത്. അണ്ടർ 90 ക്രിക്കറ്റിലൂടെ വളർന്ന താരം 3 ഫോർമാറ്റിലും തിളങ്ങാൻ ശേഷിയുള്ളൊരു താരം കൂടിയാണ്. 10 മത്സരങ്ങളിൽ നിന്ന് 257 റൺസാണ് ഈ സീസണിൽ ഇതുവരെ അഭിഷേക് നേടിയെടുത്തത്. 28.56 ശരാശരിയിലാണ് അഭിഷേകിന്റെ പ്രകടനം നിലനിൽക്കുന്നത്. 153 എന്ന ഭേദപ്പെട്ട ശരാശരിയിലും അഭിഷേകിന് അവകാശപ്പെടാൻ കഴിയുന്നതാണ്. 26 ഫോറും 9 സിക്സുമാണ് താരം നേടിയെടുത്തത്. വരുന്ന മത്സരത്തിലും ഡൽഹി വലിയ പ്രതീക്ഷയോടെയാണ് അഭിഷേകിനെ വീക്ഷിക്കുന്നത്. വൈകാതെ ഇന്ത്യൻ ടീമിലേക്ക് വരാൻ സാധ്യതയുള്ള വിക്കറ്റ് കീപ്പർ ബാറ്റ്സ്മാനാണ് അഭിഷേക് എന്നത്. എന്തായാലും ഈ പ്രാവശ്യത്തെ എമർജിംഗ് പ്ലെയർ ആകാൻ പരിഗണിക്കപ്പെടുന്നതിൽ അഭിഷേക് ഉണ്ടാകുമെന്നതിൽ ഒരു സംശയവുമില്ല. അതുപോലെ ലക്നൗ സൂപ്പർ ജെയിൻസിന്റെ ഈ സീസണിലെ മികച്ച കണ്ടെത്തലുകളിൽ ഒന്നായിരുന്നു ദിഗ്വേഷ് റാത്തി എന്നത്. 10 മത്സരങ്ങളിൽ നിന്ന് 10 വിക്കറ്റ് നേടി താരത്തിന് 7.75 എന്ന മോശമില്ലാത്ത എക്കണോമിയുമാണ് നിലനിൽക്കുന്നത്. ആദ്യ മത്സരങ്ങളിൽ നോട്ട്ബുക്ക് ആഘോഷം നടത്തി അല്പം ചീത്തപ്പേര് കളിപ്പിച്ച താരം കൂടിയാണ് ദിഗ്വേഷും. പക്ഷെ പിന്നീട് ഈ ആഘോഷം അദ്ദേഹം മാറ്റുകയായിരുന്നു. സീസണിൽ പേര് കേട്ട പല സ്പിന്നർമാരും തല്ലുവാങ്ങിയപ്പോഴും ദിഗ്വേഷ് കയ്യടി നേടുകയായിരുന്നു ചെയ്തിരുന്നത്. ഈ പ്രാവശ്യം എമർജിംഗ് പ്ലെയർ ആകാൻ പരിഗണിക്കപ്പെടുന്ന താരങ്ങളിൽ അദ്ദേഹം ഉണ്ടാവുമെന്ന് പറയാം. എമർജിംഗ് പ്ലെയർ ആകാൻ കൂടുതൽ സാധ്യതയുള്ള മറ്റൊരു താരമാണ് സായി സുദർശൻ എന്നത്. ഗുജറാത്ത് ടൈറ്റൻസ് ഓപ്പണറായി സായി സുദർശൻ ഇതിനോടകം തന്നെ ഇന്ത്യക്കായി കളിച്ചിട്ടുണ്ട്. ഇടംകൈയ്യൻ ഓപ്പണറായി 9 മത്സരങ്ങളിൽ നിന്ന് 456 റൺസാണ് ഇതുവരെ താരം നേടിയെടുത്തത്. 50.67 എന്ന മികച്ച ശരാശരിയിലും 150 സ്ട്രൈക്ക് റേറ്റിലുമാണ് സായി കൂടുതലും പ്രകടനം നടത്തുന്നത്. 5 ഫിഫ്റ്റികൾ നേടിയ സായി 46 ഫോറും 16 സിക്സും പറത്തുകയും ചെയ്തിട്ടുണ്ട്. തുടക്കം മുതൽ തല്ലി തകർക്കുന്ന ബാറ്റ്സ്മാൻ അല്ല സായി സുദർശൻ എന്നത്. സാഹചര്യത്തിനനുസരിച്ച് കളിക്കാൻ കഴിവുള്ള ക്ലാസിക് താരം കൂടിയാണ് സായി സുദർശൻ. ഭാവിയിൽ ഇന്ത്യക്കായി 3 ഫോർമാറ്റിലും കളിക്കാൻ കഴിവുള്ളൊരു താരം കൂടിയാണ്. ഈ പ്രാവശ്യം എമർജിംഗ് പ്ലെയറായി മാറാൻ കൂടുതൽ സാധ്യതയുള്ള താരം കൂടിയാണ് സായി സുദർശൻ എന്ന് പറയാം. രാജസ്ഥാൻ റോയൽസിന്റെ യുവ സൂപ്പർ താരമാണ് വൈഭവ് സൂര്യവംശി എന്നത്. 14-കാരനായ താരത്തെ സഞ്ജു സാംസണിന് പരിക്കേറ്റതോടെയാണ് രാജസ്ഥാൻ പ്ലേയിങ് 11ലേക്ക് കൊണ്ടുവന്നിരുന്നത്. അരങ്ങേറ്റ മത്സരത്തിലെ ആദ്യ പന്ത് തന്നെ സിക്സർ പായിക്കാൻ വൈഭവിന് കഴിയുകയും ചെയ്തിരുന്നു. ഗുജറാത്ത് ടൈറ്റൻസിനെതിരായ സെഞ്ചുറിയോടെ മിന്നും പ്രകടനമാണ് താരം കാഴ്ചവെച്ചത്. 35 പന്തിൽ സെഞ്ചുറി നേടിയ വൈഭവ് IPL-ലെ പ്രായം കുറഞ്ഞ സെഞ്ചുറി നേട്ടക്കാരൻ കൂടിയാണ്.